ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. സർ, ഞാൻ ഈ നന്ദി പ്രമേയത്തെ പിന്തുണയ്ക്കുകയാണ്. സർ, അല്പം മുമ്പ് ഈ സഭയിൽ സംസാരിച്ച ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അവറുകൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടങ്ങിയത് നന്ദി പ്രമേയ പ്രസംഗത്തിൽ ഗവർണർ വിട്ടുകളഞ്ഞ കാര്യങ്ങൾ മുഖ്യമന്ത്രി വീണ്ടും ഈ സഭയിൽ അവതരിപ്പിച്ചതിനെ ചോദ്യം ചെയ്തുകൊണ്ടും പരിഹസിച്ചുകൊണ്ടുമാണ്. അദ്ദേഹത്തോട് എനിക്ക് വിനയപൂർവ്വം ചോദിക്കാനുള്ളൊരു ചോദ്യം, അപ്പോൾ ഗവർണർ വിട്ടുകളഞ്ഞ കാര്യങ്ങൾ വിട്ടുകളയണമെന്നു തന്നെയായിരുന്നോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് ആണ് എനിക്ക് ആരായാനുള്ളത്. കാരണം കേന്ദ്രത്തിനെതിരായി, കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കെതിരായി, ഫിസ്ക്കൽ ഫെഡറലിസത്തിൻ്റെ തത്വങ്ങൾ കേന്ദ്ര സർക്കാർ ലംഘിക്കുന്നതിനെതിരായുള്ള പരാമർശങ്ങളാണ് ഗവർണർ വിട്ടുകളഞ്ഞത്. ആ വിട്ടുകളഞ്ഞത് മുഖ്യമന്ത്രി വീണ്ടും അവതരിപ്പിച്ചത് ശരിയായില്ല എന്ന് പറയുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും നയം എന്താണെന്ന് ആ വാക്കുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. കാരണം അവരെപ്പോഴും ഒരു അന്തർധാരയിലാണല്ലോ BJP പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ തൃശ്ശൂർ ജില്ലയിലെ മറ്റന്നൂർ ഒരു പഞ്ചായത്ത് അപ്പാടെ BJPക്ക് താലത്തിൽ വെച്ച് സമ്മാനിച്ച ആളുകളല്ലേ അവർ. എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഒരു പഞ്ചായത്ത് BJP തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച് അധികാരത്തിൽ വന്നു, പൂഞ്ഞാർ തെക്കേക്കര. അവിടെ മുൻ ഭരണസമിതിയിൽ കോൺഗ്രസിന് 6 അംഗങ്ങളുണ്ടായിരുന്നു. ഇത്തവണ കോൺഗ്രസ് 2, BJP 8ആയി. BJPക്ക് മുമ്പുണ്ടായിരുന്നത് 3 ഇരട്ടിയായി വർദ്ധിച്ചു. ഞങ്ങൾക്ക് അന്നും 5 ഉണ്ട്, ഇന്നും 5 ഉണ്ട്. അപ്പം എന്താണ് സ്ഥിതി? അപ്പോൾ സ്വാഭാവികമായും ആരാണ് BJPയെ വളർത്താൻ സഹായകരമായ നിലപാടുമായി എടുക്കുന്നത് എന്ന് അവരൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് അതേക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. സമയം കുറവാണ്, ഞാൻ കാര്യങ്ങളിലേക്ക് വരികയാണ്. ഈ നന്ദി പ്രമേയം എന്ന് പറയുന്നത് ഈ ഗവൺമെന്റിന്റെ നയങ്ങൾക്കുള്ള പ്രഖ്യാപനത്തിന്റെ, നടപടികൾക്കുള്ള പ്രഖ്യാപനത്തിന്റെ ഒരു വലിയ പിന്തുണയാണ്. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ വികസനം നടന്നിട്ടുള്ളൊരു കാലമല്ലേ ഈ കഴിഞ്ഞ 10 വർഷക്കാലം. അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ ഇവിടെ വിശദീകരിച്ചാൽ സമയപരിമിതി മൂലം അതിലേക്കൊന്നും പോകുന്നില്ല. ഒട്ടേറെ കാര്യങ്ങളിൽ രാജ്യത്ത് നമ്മൾ ഒന്നാമതെത്തിയില്ലേ. അതിദരിദ്രരില്ലാത്തൊരു സംസ്ഥാനമായി ഇന്ത്യയിൽ ഒരു സംസ്ഥാനം മാറിയെങ്കിൽ ആ സംസ്ഥാനം സഖാവ് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളമല്ലേ സാർ. രാജ്യം ലോകത്ത് 102ാമത് ദാരിദ്ര്യ സൂചികയിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് കേരളം അതിദരിദ്രരില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. പിന്നെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഞങ്ങൾ സമരം നടത്തിയില്ല എന്നാണ് പ്രതിപക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന അംഗങ്ങൾ പറഞ്ഞത്. സുപ്രീം കോടതിയിൽ ആദ്യമായി കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേസ് കൊടുത്ത സംസ്ഥാനം അത് കേരളമല്ലേ. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലല്ലേ ഞങ്ങളെല്ലാം പോയി ജന്തർ മന്ദറിൽ സമരം നടത്തിയത്. രാജ്ഭവനിൽ സമരം നടത്തിയതിന് മുമ്പല്ലോ ഞാനടക്കം പ്രതികളാ. വഞ്ചിയൂർ കോടതിയുടെ ക്രൈം നമ്പർ 1750/2024. ഈ നിലയിൽ കേന്ദ്രത്തിന്റെ തെറ്റായ നയങ്ങളോടും BJPയുടെ വർഗീയ നയങ്ങളോടും സന്ധിയില്ലാത്ത പോരാട്ടവുമായിട്ടല്ലേ ഇടതുപക്ഷം മുന്നോട്ട് പോവുകയും ഈ ഘട്ടത്തിൽ പ്രളയത്തെയും കോവിഡിനെയും കേന്ദ്ര അവഗണനയും എല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ വികസന ക്ഷേമ രംഗങ്ങളിൽ അത്യുജ്വലമായി മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ എരുമേലിയിലെ ശബരി ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ എയർപോർട്ട് 2030 യാഥാർത്ഥ്യമാക്കുമെന്നുള്ള പ്രഖ്യാപനത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അത് ബന്ധമായിട്ട് ചില കോടതി വിധികളടക്കം അല്പസമയം ചില കോടതി വിധികളും മറ്റും വന്നിട്ടുണ്ട്. അവയൊക്കെ അതിജീവിച്ച് ശബരി വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ, സ്ഥലമേറ്റെടുപ്പിന്റെ നടപടികളാണ് ഇപ്പോൾ നടന്നു വരുന്നത്, അതിവേഗം പൂർത്തിയാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ പട്ടയ പ്രശ്നങ്ങൾ അടക്കമുള്ള ഒറ്റ കാര്യം കൂടി, വന്യജീവി സംരക്ഷണ നിയമത്തിൽ നാടിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള ഭേദഗതി ഈ നിയമസഭ പാസാക്കിയിട്ടുണ്ട്. ആ നിയമത്തിന് കേന്ദ്ര അംഗീകാരം നേടാൻ ഉള്ള ശ്രമങ്ങൾ അതിവേഗത്തിൽ ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നന്ദി പ്രമേയത്തെ ഒരിക്കൽ കൂടി പിന്താങ്ങിക്കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു.